എടാ ഈ ബാങ്കിൽ പോയില്ലേ? പോയിതാ പൈസ ഉണ്ടെന്നിതാ. ഞാൻ ആ ബാങ്ക് മാനേജറോട് പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ 100-ന്റെയും 200-ന്റെയും നോട്ട് മാത്രം മതിയെന്ന്. ഇത് 500-ന്റെ ആണല്ലോ കൂടുതൽ, പൈസയും കൂടുതലുണ്ടല്ലോ. ഇവിടെ വരുന്നവർക്ക് കൊടുക്കാനുള്ള 100-ഉം 200 ഇതിലുണ്ട്. അതിനടേ ഇവിടെ വരുന്നവർക്ക് 10-20 കൊടുത്താ പോരെ? അത് പോരപ്പാ. അല്ല ഇജിപ്പോ എഴുതി എണ്ണി ഉണ്ടാക്കി കവറിലാക്കണ ഇപ്പത്തിനാ? ഇതേ നമ്മളെ മൊത്തം പണിക്കാർക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ എഴുതി കണക്കാക്കുന്നത്. അതിനിപ്പോ എത്ര എണ്ണി കണക്കാക്കാൻ? എല്ലാ കൊല്ലം കൊടുക്കണ 1000 ഉറുപ്പിയാണ് കൊടുത്താ പോരെ? അത് പോരപ്പാ. നമ്മളെ ബിൽഡിങ്ങിന്റെ വാടക, വില്ലകളുടെ വരുമാനം, കമ്പനി എന്നുള്ളത് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 6-6 ലക്ഷം റുപ്യ സക്കാത്ത് കൊടുക്കാണ്ടാവും. അനക്കെന്താ പിരാന്താ? 6-6 ലക്ഷം റുപ്യൊക്കെ സക്കാത്ത് കൊടുക്കേ? എത്ര പറ്റി പറഞ്ഞ്? 2.5% സക്കാത്ത് കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പൈസ വേണ്ടി വരുപ്പാ. ഇന്റെ കയ്യ് കിടന്നപ്പോഴേ അന്നെ ഒന്ന് ഏൽപ്പിച്ചത് ഞാൻ കുടുങ്ങിയ. എത്തപ്പത് കഥ? പഴയതൊക്കെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നപ്പാ. ഒരു കാലത്ത് വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന നമ്മള് ഇന്ന് പഠിച്ചോനെ ഈ കണ്ട നിയമത്തൊക്കെ നമുക്ക് തന്നിട്ട് നമ്മളെ സമ്പാദ്യത്തിൽ നിന്ന് കൃത്യമായി സക്കാത്ത് കൊടുത്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് അർഹതപ്പെട്ടതല്ല, അതിന്റെ അവകാശികൾ വേറെയാണ്. ഇതൊക്കെ പഠിച്ചോനെ നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്. ഇതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നാളെ പടച്ചോനോട് ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുപ്പാ. എന്നാ പിന്നെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളേ. ഇപ്പൊ എങ്ങനെ ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? ഈ കണ്ടതൊക്കെ നമുക്കുണ്ടായത് നമ്മളെ മിടുക്കൊണ്ട് മാത്രല്ല, രാവും പകലില്ലാതെ നമ്മളെ വളർച്ചയിൽ കൂടെ നിന്ന നമ്മളെ ജോലിക്കാരാണ്. അവരത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റൂലപ്പാ. നമ്മളെ കുടുംബത്തിലെ അത്യാവശ്യക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മളെ പണിക്കാർക്ക് ഒരേപോലെ അങ്ങോട്ട് കൊടുക്കുക. ഓരോ മനസ്സ് സന്തോഷമാകുമ്പോ നമുക്കിത് കൂടെ ചെയ്യുള്ളൂപ്പാ. ഞാനിതൊക്കെ കറക്റ്റായിട്ട് എടുത്തു വെക്കാം. നിങ്ങൾ ആ മാനേജറെ വിളിച്ചുകൊണ്ട് ഇന്നെ കമ്പനിക്ക് കൊടുത്തയച്ചേക്ക് കേട്ടാ. മൻസൂറേ, ഇങ്ങോട്ട് വരും. ഞാനേ ഇനിയിപ്പോൾ ഏതായാലും റമദാൻ കഴിഞ്ഞിട്ടാണ്ട് വരാൻ കഴിയുള്ളൂ. കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു മട്ടം പോലെ നോക്കിക്കാള്. ഷെഫീഖിന് ഇപ്പം എപ്പോഴും അങ്ങോട്ട് വരാനൊന്നും കഴിയൂലല്ലോ, എല്ലായിടത്തും എത്തണ്ടേ. ഇത് നമ്മളെ പണിക്കാർക്കുള്ളതേ എല്ലാവർക്കും എത്തിച്ചാള്. ആയിക്കോട്ടെ. ശരി, ആയിക്കോട്ടെ. ഞാൻ പോയി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.